എന്തുറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ആരതി ഇപ്പൊ വിളിച്ചിരുന്നു. എന്തായി? കേസിന്റെ കാര്യം ആരതിയോട് സംസാരിച്ചോ? ഇല്ല. അമ്മ മെന്റൽ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം പറയാനാ ആരതി വിളിച്ചത്. ഓരോ നിമിഷവും അമ്മയുടെ മാനസിക നില കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക. എന്റെ സാമീപ്യം കൊണ്ട് മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്ന ഡോക്ടർമാര് പോലും പറയുന്നു. അത് പറയാൻ ആരതി വിളിച്ച്. എല്ലായിടത്തും ദുരന്തങ്ങളെല്ലാം ഒരുപോലെ കയറി വരികയാണല്ലോ. അർച്ചനയായിക്കൊണ്ട് അമ്മയുടെ മുന്നിലേക്ക് കയറി ചെല്ലാൻ ഈ അവസ്ഥയിൽ തനിക്ക് പറ്റില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ ചെന്നില്ലെങ്കിൽ ഒരുപക്ഷെ എന്റെ അമ്മ. എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല രാജീവ്. എടുത്തുചാടി ഒരു തീരുമാനം എടുക്കരുത്. അമ്മ ഇവിടെ വന്ന് എന്നെ കണ്ടതാ ഈ ഷോക്കിനെല്ലാം കാരണം. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എങ്ങനെ കഴിയും? സച്ചിയുടെ കൂടെ ജീവിക്കേണ്ട സ്വന്തം മകൾ ഏതോ ഒരുത്തന്റെ ഭാര്യയായി മറ്റൊടുത്ത് താമസിക്കുന്നു. ആ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയൂ? സ്വന്തം മകൾക്കൊന്നും ഓർമ്മയില്ലാതെ ഭ്രാന്തമായ ഒരവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് കണ്ടാൽ ഏതൊരമ്മയുടെയും നിയന്ത്രണം വിട്ടുപോകില്ലേ? ആ, എല്ലാം ശരിയാവും. അമ്മയുടെ അസുഖം എല്ലാം മാറും. എനിക്ക് ഉടനെ എന്റെ അമ്മയുടെ അടുത്തേക്ക് പോണം. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അർച്ചനയ്ക്ക് ഉടനെ അമ്മയുടെയും സച്ചിയുടെ അടുത്തേക്ക് മടങ്ങാം. ഞാനത് ഉറപ്പുവരുന്നു. പക്ഷേ അതിനു മുമ്പേ അർച്ചനയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? നിരപരാധികളായ കാഞ്ചനയും അമ്മയും ഇപ്പൊ അവന്തിയുടെ തടവറയില. അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിന് അർച്ചനയുടെ സഹായം എനിക്ക് വേണം. രാജീവിന് ഒഫീഷ്യലായിട്ട് അന്വേഷിച്ചൂടെ? അതല്ലേ നല്ലത്. ഇപ്പൊ അവിടെ റെയ്ഡ് നടത്തുന്നത് അവരെ കൂടുതൽ അപകടത്തിലാക്കും. അവര് ഇപ്പോ എവിടെ ഉള്ളതെന്നറിയോ? അവരിപ്പോഴും അവന്തിയുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോലീസ് അവിടെ എത്തുന്നതിന് മുമ്പ് അർച്ചന അവിടെ വരെ ഒന്ന് പോണം. അവരാ വീട്ടിൽ എവിടെയുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിന് അർച്ചനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഒരർത്ഥത്തിൽ അവരെ രണ്ടുപേരെയും ഈ അപകടത്തിലേക്ക് വലിച്ചിട്ടത് നമ്മളാണ്. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ വീട്ടിൽ അവര് എവിടെയാണുള്ളതെന്ന് ഒരു സൂചന കിട്ടിയാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. രാജീവ് പറയുന്നത് ശരിയോ? നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ